ഈ ഒരു ചർച്ച അത് പല രാജ്യങ്ങളും പല രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന് അതിലൊരു ബിസിനസ് താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലും അത്തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളുണ്ട്. ആ വ്യാപാര ബന്ധങ്ങളിൽ ഇപ്പോൾ റഷ്യക്കെതിരായി ഉപരോധം ഘട്ടം ഘട്ടമായി ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഓരോരോ രാജ്യങ്ങളായി അതിൽ പങ്കാളികളാകുന്നു. റഷ്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ അവർ അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ നിർത്തിവെക്കുന്നു. പക്ഷേ ഇന്ത്യ ഈ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അത് ട്രംപിനെ പ്രകോപിപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായി തന്നെ നമ്മൾ കനത്ത ഒരു തിരിച്ചടി എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യ അതിനെ ആ രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതിനായി അതുകൊണ്ട് തന്നെ ഈ പിഴ ഈടാക്കുന്നു എന്നുള്ള ഭീഷണികൾക്കൊന്നും ഇന്ത്യ അങ്ങനെ വഴങ്ങിയിട്ടില്ല. പക്ഷേ ഈ ഒരു ചർച്ചയിൽ ഇന്ത്യ തീർച്ചയായിട്ടും നല്ല ഒരു കാര്യം സംഭവിച്ചാൽ അത് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടരുന്നതിന് അത് നേട്ടമാകും എന്ന് കരുതിയിരുന്നു. ഇന്നിപ്പോൾ കൃത്യമായ ഒരു അന്തിമ യുദ്ധവിരാമ കരാർ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനുശേഷം 2-3 മണിക്കൂറോളം നീണ്ടുനിന്ന 2 മണിക്കൂറും 50 മിനിറ്റും നീണ്ടുനിന്ന ഈ ചർച്ചകളിൽ ആ ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും പ്രതികരിച്ചപ്പോൾ നേരത്തെ മധു പറഞ്ഞതുപോലെ തന്നെ ട്രംപ് സാധാരണ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയും. അത് ട്രംപിൻ്റെ വക കൂടുതൽ പോയിന്റുകൾ പറയാറുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇന്ന് സംഭവിച്ചില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറയുന്നു. പക്ഷെ പറഞ്ഞത് ഇനിയും ചർച്ച തുടരും എന്നുള്ളതാണ്. പറഞ്ഞ് നിർത്തിയതിനു ശേഷം പുടിൻ പറയുകയാണ് നെക്സ്റ്റ് ടൈം ഇൻ മോസ്കോ എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ട്രംപ് അതിൽ അത്ര അനുകൂലമായി നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. നേറ്റോ നേതാക്കളോട് സംസാരിക്കണം, സെലൻസ്കിയോട് സംസാരിക്കണം. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് നടന്ന ചർച്ചകളിൽ കൂടുതൽ പോയിന്റ്സ്, കൂടുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ തമ്മിൽ ചർച്ച ചെയ്തത്, അതിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഒരു തീരുമാനമാകാതെ പോയത്, ഇരു നേതാക്കളും തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഏത് കാര്യങ്ങളിലെല്ലാം വന്നു, ഈ ചോദ്യങ്ങളെല്ലാം അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ എല്ലാം തന്നെ വ്യക്തമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അവരുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ച് നോക്കിയാൽ രണ്ട് നേതാക്കളും പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ യുദ്ധവിരാമത്തിന് അന്തിമ ധാരണയായില്ല എന്നും വ്യക്തമാക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് മധു? ഈ തുടർ ചർച്ചകൾ ഏറെ പ്രതീക്ഷ വെക്കേണ്ടിയിരിക്കുന്നു സ്മിത. കാര്യം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ അവസാന നിമിഷം രണ്ട് വശത്തും ഇതിനായി നന്നായി പരിശ്രമിച്ച സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിൽ പോയി പുടിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് എടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. അതാണ് ഈ ഉഭയകക്ഷി ചർച്ചയിലേക്ക് നീങ്ങിയത്. ഒരുപക്ഷെ ട്രംപ് ഇങ്ങനെ ഓരോ ആൾക്കാരെയും ഓരോ മേഖലയിലേക്ക് തൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരെയാണ് നിയമിക്കാറുള്ളത്. അതിൽ സ്റ്റീവ് വിജയിച്ചു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ രണ്ട് ഉദ്യോഗസ്ഥ ഗ്രൂപ്പുകളെ ഒരുമിച്ചിരുത്തിയതും റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയും അതുപോലെ പുടിന്റെ വിശ്വസ്തനായ ആൾക്കാരാണ് പുടിന്റെ വശത്തും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തുടർ ചർച്ചകളിൽ ഇന്ന് ധാരണയായതും ഇനി ധാരണയാകാനുള്ളത് തമ്മിൽ ഈ പറയുന്ന ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചർച്ചകളിൽ കൂടെ പരിഹരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ഘട്ട ചർച്ചകൾ കുറെ കൂടി എളുപ്പമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് സ്മിത. മധു കൊട്ടാരക്കരയാണ് അലാസ്കയിലെ ആങ്കറേജിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപും ശുഭപ്രതീക്ഷയുണ്ടെന്ന് പുടിനും പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കാൻ ആഗ്രഹം ഉണ്ട് എന്ന് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ദേശത്തിൻ്റെ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതിൽ ചില സുരക്ഷാ ഭീഷണികളുണ്ട്, അതേക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്. ഒരുപാട് സൈനികർ അവിടെ കൊല്ലപ്പെട്ടതാണ്. യുക്രൈൻ്റെ തുടർച്ചയായ ആക്രമണങ്ങൾ, തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. പിടിച്ചെടുത്ത പ്രദേശങ്ങൾ, ചില പ്രദേശങ്ങളെങ്കിലും വിട്ട് നൽകണം എന്ന് ചർച്ച തുടങ്ങും മുൻപേ തന്നെ ട്രംപ് പറഞ്ഞിരുന്നതാണ്. അതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം റഷ്യ എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ആ കാര്യത്തിലൊരു സമവായം ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ശുഭപ്രതീക്ഷ നൽകുന്ന ചർച്ചകൾ എന്ന് ഇരു നേതാക്കളും പറയുമ്പോഴും ഇക്കാര്യത്തിൽ യുദ്ധവിരാമത്തിൽ ഒരു അന്തിമ തീരുമാനം ആയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ വിവരം. അത് ഈ ചർച്ചകൾക്ക് ശേഷം വരുന്ന അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. നോ ഡീൽ ഈസ് നോട്ട് ഡീൽ എന്നുള്ള രീതിയിലാണ്. ഒരു ചർച്ചയിൽ ഒരു കരാറും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ചർച്ചയിൽ ഒരു ഡീൽ ഉണ്ടായിട്ടില്ല എന്ന് ഏറ്റവും അവസാനമായി ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. അലാസ്കയിൽ നടന്നത് 3 മണിക്കൂർ നീണ്ട ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഡൊണാൾഡ് ട്രംപും
വ്ളാഡിമിർ പുടിനും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പക്ഷേ സാധാരണ ഒരുപാട് സംസാരിക്കാറുള്ള ഡൊണാൾഡ് ട്രംപ് ഇത്തവണ കാര്യമായി ഒന്നും സംസാരിച്ചില്ല. വ്യക്തമായി ചില വാക്കുകളിൽ മാത്രം ചർച്ചകൾ ശുഭാപ്തി വിശ്വാസം നൽകുന്നതാണ്, ഇനിയും തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള കാര്യവും വ്യക്തമാക്കി.